ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇരിക്കേണ്ടി വരുന്നത്. ഔസേപ്പിന്റെ ഒപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പാട്ടെഴുത്ത് മറ്റൊരു ജോലിയായിട്ട് മാറുന്നില്ല. സിനിമയ്ക്ക് അകത്തല്ല പാട്ടിന് സ്പേസ് ഉള്ളത്, സിനിമയ്ക്ക് പുറത്താണ്. അപ്പൊ ഇതിന്റെ നിലനിൽപ്പ് പോലും അത്ര ഹ്രസ്വമായിട്ട് മാറാനുണ്ട്. മലയാള സിനിമയുടെ മലയാള ഗാനങ്ങളുടെ ചക്രവർത്തി ശ്രീ ഷിബു ചക്രവർത്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. പാട്ടിന്റെ 40ാമത്തെ വർഷമാണ്. അപ്പൊ ഒരു വലിയ ചരിത്രം സാറിന്റെ പുറകിലുണ്ട്, ഒരു വലിയ പാട്ടിന്റെ ചരിത്രം, സിനിമയുടെ ചരിത്രം. അപ്പൊ എന്താണ് സാറിന് ഈ 40 വർഷം പിന്നിടുമ്പോ പാട്ടുകളെ കുറിച്ച് പറയാനുള്ളത്? ആ ജീവിതത്തിനെ കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ എന്ത് പറയാൻ പറ്റും? 40 വർഷം ഒരാള് സിനിമയില് ഉണ്ടാവുക, 60 വർഷം വയസ്സാവുക എന്നൊക്കെ പറയുന്നത് നമ്മളൊന്നും ചെയ്തിട്ടല്ലോ, ഇന്ന് ഒഴുകി അവിടെ എത്തുന്നതാണ്. അതിനെപ്പറ്റി ഞാനിപ്പോ എന്ത് പറയാനാ? പ്രേക്ഷകരും അപ്പൊ പാട്ടുകൾ ഏറ്റെടുക്കുകയും അത് ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പ്രേക്ഷകരുടെ വിധി. അപ്പൊ ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അതില് റോളൊന്നും ഇല്ലെന്നാണ്. അത് ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന എഴുത്തുകാരനെ സമയത്തോളം അത് അയാളുടെ ഉപജീവന മാർഗമായിരുന്നു. ഉപജീവനം നടന്നു. അത് എഴുതി കഴിഞ്ഞ പാട്ടുകളാണ്. അതായത് എഴുതി കഴിഞ്ഞ പാട്ടുകൾ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. ഇന്നൊരു കുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവളുടെ അമ്മ മരിച്ചെന്ന് മനസ്സിൻ മടിയിലെ മാന്തളിര് വെക്കാൻ തുടങ്ങിയിട്ട് അവൾ ഇന്നും ഫോണിൽ കൊണ്ടു നടക്കുകയാണ്. ഞാൻ എഴുതിയ മനസ്സിൻ തളിരിലെ മാന്തളിര് എന്ന് പറയുന്ന പാട്ടല്ല അത് അവളുടെ മാത്രമാണ്. കാരണം ചില ആ ഇമോഷൻ എന്ന് പറയുന്നത് അവളുടെ പേഴ്സണൽ ഇമോഷനാണ്. അത് ഞാൻ എഴുതുമ്പോൾ ഉള്ളതല്ല. അതുകൊണ്ടിട്ട് ആ പാട്ട് അവളുടെ മാത്രമാണ്. ഇങ്ങനെ നമ്മൾ എഴുതിയ പാട്ടുകൾ വല്ലതും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന മനുഷ്യരുടെ അവരുടെ വികാരത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതില് എനിക്കെന്താ ക്രെഡിറ്റ് ഉള്ളത്? അതിന് ഒരു നിമിത്തമായി എന്നുള്ളതല്ലാതെ, അതെനിക്കൊരു ഒരു കാലത്ത് ഉപജീവന മാർഗമായി എന്നല്ലാതെ, ഇന്ന് നിലനിൽക്കുന്ന 40 വർഷത്തിന് ശേഷം ഇന്നും നിലനിൽക്കുന്ന ആ പാട്ടിന് മേലെ എന്നേക്കാൾ അവകാശം അത് കൊണ്ടു നടക്കുന്നവർക്കുണ്ട്. ഇപ്പൊ സാർ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു പാട്ടിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഇപ്പൊ മാണിക്യച്ചെമ്പഴുക്ക എന്ന് പറയുന്ന ഒരു വാക്ക് ഷിബു ചക്രവർത്തിക്ക് മുമ്പും അതിനുശേഷവും അധികമാരും പ്രയോഗിച്ച് കേട്ടിട്ടില്ലാത്ത വളരെ നാടോടി, അത് സാറിന്റെ ബാല്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്ക് കൂടാണ്. കളികളുമായിട്ടും ആ കുട്ടിക്കാലവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടൊരു വാക്കാണ്. അപ്പൊ ഇനി അങ്ങനെ ഒരു വാക്ക് ഒരുപക്ഷെ മലയാള സിനിമയിലോ മലയാള പാട്ടുകളിലോ ഉണ്ടാവില്ല എന്നൊരു ആശങ്ക, ഒരു ഭാഷാ സ്നേഹി എന്നുള്ള നിലയിൽ, പാട്ടുകാരനേക്കാൾ ഉപരി ഒരു ഭാഷ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സാറിന് അങ്ങനെ ഇതിലും ഒരു ആശങ്ക തോന്നുന്നുണ്ടോ? പല വാക്കുകളും ഇപ്പൊ ആ വാക്കുകളൊന്നും ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. പിന്നെ ചില വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇപ്പോ ഹരിനാരായണൻ ലൈലാകം എന്ന് എടുത്ത് ഉപയോഗിച്ചു. ലൈലാകമേ അതിനു മുമ്പ് എന്തോ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ പാട്ടിനെ സൂപ്പർ ഹിറ്റ് ആക്കാൻ ആ ഫസ്റ്റ് വാക്കിന്റെ എന്താ പറയണ ആകർഷണീയത സഹായിക്കും. ഈ ആകർഷണീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഹുക്ക് എന്ന് പറയുന്ന ഹുക്ക് ലൈൻ എന്ന് പറയേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഹുക്ക് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഈ വാക്ക് തന്നെ. അപ്പോ നമ്മൾ പാട്ട് എഴുതുന്നവര് എപ്പോഴും എന്താ പറയണ ഏറ്റവും കൂടുതൽ അവരെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ഈ വാക്ക് കിട്ടുക. ഇങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് അത് കണ്ടുപിടിക്കുന്നതല്ല, അതൊരു കാരണം വെച്ചാല് ഒരാളെ എഴുതിയിട്ട് ട്യൂൺ ചെയ്യല്ല, ആരോ ഉണ്ടാക്കിയ ട്യൂണിന്റെ മേളിലാണ് നമ്മൾ ഈ ആദ്യത്തെ വാക്ക് അന്വേഷിച്ച് നടക്കുന്നത്. ഇപ്പൊ ശ്യാമേല ചെമ്പരത്തിപ്പൂവേ എന്ന് പറയുന്ന വാക്കാണ് അതിനുശേഷമുള്ള ആ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇരിക്കേണ്ടി വരുന്നത്. ഈ പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ ഈ വാക്ക് കിട്ടാത്തപ്പോൾ ഈ ഗമക അങ്ങനെയുള്ള സ്വരങ്ങൾ ചേർക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് തമിഴിലേക്ക് എടുത്തപ്പോൾ അതേ സ്വരങ്ങൾ അതുപോലെ തന്നെ പകർത്തി വെച്ച് വാക്ക് കിട്ടാത്തപ്പോൾ എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? വാക്ക് കിട്ടാത്തപ്പോൾ ഇത്തരം വിദ്യകളൊക്കെ പ്രയോഗിക്കുന്നത് അത് യഥാർത്ഥത്തില് ഒരു നിവൃത്തികേടായിരുന്നു. വാക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ടില്ല. പക്ഷെ ആ പടത്തിന്റെ കാര്യത്തിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. പാട്ട് എഴുതാതെ ട്യൂൺ മാത്രം വെച്ചിട്ടാണ് റെക്കോർഡിങ് തുടങ്ങിയേക്കുന്നത്. ഇതിന്റെ ഇടയിൽ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ഈ പാട്ട് എഴുതുന്നത്. അപ്പോൾ പിന്നെ വേറെ ചോയ്സ് ഇല്ല, കാത്തിരിക്കാൻ സമയമില്ല.
അങ്ങനെ സംഭവിച്ചൊരു വേറെ ഏതെങ്കിലും പാട്ടുകൾക്ക് ഇല്ല ഇല്ല ഇല്ല. പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അധികം വന്നിട്ടില്ല. അപ്പൊ ഇപ്പോ കുറച്ചു മുമ്പ് ജയകുമാർ സാർ പറഞ്ഞു ട്യൂണുകൾ ഇട്ടിട്ട് പാട്ട് എഴുതുന്ന ഒരു വിധിയാണ് ദുർവിധിയാണെന്നൊക്കെ. സാറൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോൾ ഔസേപ്പച്ചൻ സാർ ട്യൂൺ ഇടും, സാർ അതിന് വരികൾ എഴുതും. അങ്ങനെയാണ് സാറൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് കറക്റ്റ് ആ വരി അതിലൊക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു അല്ല, അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജയകുമാർ സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കവികളായതുകൊണ്ടിന്റെ പ്രശ്നമാണ്. ഞാൻ കവി അല്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്യൂണാണ്. സാറിന് കുറച്ചുകൂടി എളുപ്പം അതാണോ? എനിക്ക് ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത് പോലും. അത് എളുപ്പമാണോ ഇല്ല എന്നുള്ളതല്ല, എളുപ്പം എഴുതി കൊടുക്കല് തന്നെ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന മറ്റേതാണ്. കാരണം അതിൻ്റെ അകത്തൊരു ചലഞ്ചുണ്ട്. അത് നമ്മൾ അതുവരെയും ചിന്തിക്കാത്ത വേറെ ആംഗിളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഞാൻ അതേവരെ ആ പാട്ട് എഴുതുന്നവരെ ചെമ്പരത്തി പൂന്ന് ചിന്തിച്ചിട്ടില്ല. പിച്ചകപ്പും പിന്നെ പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം അവൻ അത്രയും ഉരുകി വീണുപോയി. ആ കോൺസെപ്റ്റ് വരെ ആ ട്യൂൺ ഉണ്ടാക്കിയ ചലഞ്ചാണത്. അങ്ങനെ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ അത് നോർമലി നമ്മുടെ മനസ്സിലേക്ക് വരില്ല. നോർമലി അങ്ങനെ ഒരു പാട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് സമതാളത്തിലോ അല്ലെങ്കിൽ തിസ്രാളത്തിലോ മിശ്രതാളത്തിലോ ഒക്കെ എഴുതിയാൽ മതി. അപ്പം ഏതെങ്കിലും പാട്ടുകൾ ഇങ്ങനെ ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതാൻ ബുദ്ധിമുട്ടിയ പാട്ടുകളുണ്ടോ? ട്യൂൺ ഇട്ട് എഴുതുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് ഒരു ചലഞ്ചും പുതിയ വർക്കും നമുക്ക് കൊണ്ടുവന്നു. ഔസേപ്പച്ചൻ സാറുമായിട്ടുള്ള സൗഹൃദം അതിനെക്കുറിച്ച് ട്യൂൺ ഇടുമ്പോ ഔസേപ്പുമായിട്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഔസേപ്പ് എങ്ങനെ ട്യൂൺ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് എനിക്ക് വാക്കുകൾ കിട്ടും. അതൊരു പക്ഷേ ഔസേപ്പുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഇത് കൊണ്ടിട്ടായിരിക്കാം. പിന്നെ ഞങ്ങളുടെ ഒരു ആദ്യം ട്യൂണാണോ ഇട്ടത്, ആദ്യം ലിറിക്സ് എഴുതുകയാണോ ചെയ്തത്, അങ്ങനെയുള്ളൊരു ഫാക്ടർ പലപ്പോഴും വരാറില്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയ്, എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ഞാൻ പറയും ഒരു ട്യൂൺ ഇട്, എന്തെങ്കിലും ഒരു സാധനം മൂള് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഒരു കൊടുക്കൽ വാങ്ങല് ഇതുണ്ട്. അതുകൊണ്ടിട്ട് ഈ ആദ്യം ട്യൂണുണ്ടായോ ആദ്യം വാക്കുണ്ടായോ എന്നുള്ളൊരു ഫാക്ടർ ഇല്ല. ഇപ്പൊ ഹാർമോണിയത്തിൽ വായിച്ച വെറും ഒരു ഇതിൻ്റെ അകത്തുനിന്നായിരിക്കും അന്തിപ്പന്മട്ടം ഉണ്ടായത്. ഞാൻ പറഞ്ഞ കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കാരുണ്ട്, അതെന്താ അതെ, അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ഉണ്ടാക്കിയതാ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ ട്യൂണിൽ എഴുതി എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഏറ്റവും കംഫർട്ടബിൾ ആയ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ഔസേപ്പച്ചൻ സാർ തന്നെയായിരിക്കും. എക്കാലത്തും അത് തന്നെയായിരുന്നു. കാരണം ബാക്കിയാരും കംഫർട്ടബിൾ അല്ല എന്നുള്ളതല്ല. ഔസേപ്പിന്റെ ഒപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാട്ടെഴുത്ത് മറ്റൊരു ജോലിയായിട്ട് മാറുന്നില്ല. ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഒരു എന്താ പറയണ, ഞങ്ങൾ ഡേ ടു ഡേ ലൈഫ് പോലെയും ഒരു ജോലി ചെയ്യാനിരിക്കുന്നു എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊട്ടും സ്ട്രെയിൻ ഉള്ള കാര്യമല്ല. പച്ചമാങ്ങ ഇറങ്ങിയ സമയത്ത് ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തിനാ സാർ ഇങ്ങനത്തെ പാട്ടുകൾ സാർ എഴുതുന്നത്? അപ്പോൾ ആ പാട്ട് പക്ഷെ ഇപ്പോൾ ഹിറ്റാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പുതിയ തലമുറ ഇതാണ് പാടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്തിന്റെ മാറ്റം, പഴയ പാട്ടുകൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നു, അന്ന് വിമർശിക്കപ്പെട്ട പാട്ടുകൾ ഇപ്പോൾ വളരെ ഹിറ്റായി ഓടുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ? അല്ല, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്. നമ്മൾ എഴുതിയ ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതും അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചോളം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് ഇന്നത്തെ തലമുറ പാടി നടക്കുന്നു എന്നുള്ളത് അതിൻ്റെ കാരണം കാലികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന സ്പേസ് ഒന്ന് തന്നെയാണ്. പക്ഷേ ആ സ്പേസിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമൂഹത്തോട് നമുക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ടാവും, നമ്മുടെ റിയാക്ഷൻസ് ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധങ്ങളുണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത കോമാളിത്തരം കാണിക്കുന്നതും ആവാം. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു ജീവിതം ഇതനുസരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആസ് എ സോഷ്യൽ ബീയിങ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിലെല്ലാം അത് പാട്ടെഴുത്തുകാരുടെ ഒരു
ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ചെറിയൊരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഈ ലിമിറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പാട്ടിന്റെ പർപ്പസ് ഒക്കെ മാറിയിരിക്കുന്നു. പാട്ട് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. അല്ലാതെ പടത്തിലെ ഒരു ഇമോഷനെ ഇന്റൻസിഫൈ ചെയ്യാനോ അതിന് തീവ്രത കൂട്ടാനോ ഒന്നുമല്ല. പകരം പാട്ട് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പടത്തിന്റെ പ്രൊമോഷൻ, അത് തിയേറ്ററിലെത്തുന്ന നമ്മളെന്താ ഒരു ഒരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ ചെയ്യുന്ന മുമ്പ് എങ്ങനെ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനും വാങ്ങിപ്പിക്കാനും വരെ അതിന്റെ പർപ്പസ് ഉള്ളൂ. ആ പ്രോഡക്റ്റിന്റെ ഉപയോഗത്തിൽ ഇതൊന്നും തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്ന് പാട്ടുകൾ. അതുകൊണ്ട് എന്താ, സിനിമയ്ക്ക് അകത്തല്ല പാട്ടിന് സ്പേസ്, ഇപ്പോൾ സിനിമയ്ക്ക് പുറത്താണ്. അത് ആ പർപ്പസ് ഇത് ട്രെയിലറായിട്ടും പ്രൊമോഷണൽ വീഡിയോസ് ആയിട്ടും ഉപയോഗിച്ച് കഴിയുന്നതോടുകൂടി അതിന്റെ ജോലി തീർന്നു. അപ്പൊ ഇതിന്റെ നിലനിൽപ്പ് പോലും അത്ര ഹ്രസ്വമായിട്ട് മാറുന്നുണ്ട്. ബോഗൺവില്ലയുടെ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടും വൈറലായിട്ടും നിന്നത് ബോഗൺവില്ല റിലീസായ അന്ന് വരെ മാത്രമേ ഉള്ളൂ. അതെ, ആ സിനിമയിലെ ആ പാട്ടില്ല. സിനിമയിലെ ആ പാട്ടില്ല. ഇന്ന് ആ പാട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊരു റീലായിട്ട് പോലും അതില്ല. വന്നു പോയി. അപ്പൊ എന്ന് പറഞ്ഞാല് ഒരു സിനിമ നമ്മൾ പറയും പാട്ടോ ആ സിനിമയുടെ ഒപ്പം തന്നെ പോയിന്ന്. ഇത് സിനിമയിലേക്ക് വരുന്നേയില്ല, സിനിമയ്ക്ക് മുൻപേ പോകും. കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പാട്ടിന്റെ ഒരു ഡിസ്കഷനിലും അർത്ഥമില്ല. ഈ സിനിമേതര ഗാനങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്, അതിന് വലിയ പ്രേക്ഷകരുമുണ്ട്. അപ്പൊ എനിക്കൊന്നും സാറൊക്കെ തരങ്കിണിക്ക് പാരലായി രഞ്ജിനി കാസറ്റ് ഉണ്ടാക്കിയ ഒരാളാണ്. വിപ്ലവകരമായിരുന്നു ആ ഒരു മാറ്റം. അപ്പോൾ പാരലൽ ഗാനങ്ങൾ അന്നോട്ടേ നമുക്കുണ്ട്, ഇപ്പോഴുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ചോദിച്ചു തന്നെയാണ് ഒരു പക്ഷേ അല്ല, അതിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ വേൾഡില് ബാൻഡുകളുണ്ട്. ആ ബാൻഡുകൾ പെർഫോം ചെയ്യുന്നത് അവരെ സ്വന്തം പാട്ടുകളാണ്. നമുക്ക് ഇത്രയും ബാൻഡുകൾ അറിയാം. ക്യൂൻസ് ഉണ്ട്, ഇങ്ങനെ എത്രയും ബാൻഡുകൾ. ബോണിയം ആണെങ്കിൽ ഇതൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എത്രയും ബാൻഡുകൾ. ഇവരുടെ കമ്പോസിഷൻസ് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെ, ഇതാവണം നമ്മുടെ ഇവിടുത്തെ ഒരു ഇത്. അല്ലാതെ വേറെ സ്പേസ് ഇല്ല. കാരണം വെച്ചാൽ ഒരു കാസറ്റ് ഇറങ്ങി കാസറ്റ് വിൽക്കാനായിട്ട് ആ ടെക്നോളജിയെ പോയി. CD ഇറക്കി CD വാങ്ങി കേട്ടിരുന്ന ആ കാലം പോയി. അപ്പൊ ആ കാലഘട്ടങ്ങളെല്ലാം തീർന്നു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ടെക്നോളജി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിതപിച്ച് അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പോ ലാൻഡ് ഫോൺ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഫോണിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. മരിച്ച ഡെഡ് ബോഡി നമുക്ക് അധികം ദിവസം വെക്കാൻ പറ്റില്ല, എത്ര സ്നേഹമുള്ളവരെയാണ്. അതുപോലെയാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി. ഇത്തരം അക്ഷരോത്സവത്തെക്കുറിച്ച്, കായെക്കുറിച്ച് അല്ല, ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിറ്ററേച്ചറും ബുക്സും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതും അത് എനിക്ക് തോന്നുന്നു പുതിയ ഒരുപാട് പേര്, പുതിയ റൈറ്റേഴ്സ് എത്രയും പേരാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് കാണാം വിഷ്ണുപ്രസാദ് ഇതെഴുതിയ മത്യാസ് എഴുതിയത്, രാജശ്രീ കോവിഡിൻ്റെ അപ്പം പ്രത്യക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ ആത്രേയം വന്നിരിക്കുന്നു. ബോണി തോമസിൻ്റെ പ്രൊമത്യൂസിൻ്റെ ഇതിഹാസം വന്നിരിക്കുന്നു. എത്ര പുതിയ റൈറ്റേഴ്സാണ് വരുന്നത്. എനിക്കൊന്ന് ഈ ഇത്രയും റൈറ്റേഴ്സിനൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അത് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകും മാറുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടി പ്രോഡക്റ്റായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൻ്റെ വേറെ വശമാണ്. പക്ഷെ സോ ഫാർ സോ ഗുഡ്. കാരണം ഇതിൻ്റെ മാർക്കറ്റ് വികസിച്ചാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പാട്ടിൻ്റെ കാര്യമാണെങ്കിലും പുസ്തകത്തിൻ്റെ കാര്യമാണെങ്കിലും പുസ്തകം വായിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ശാഖ വികസിക്കുകയുള്ളൂ.
ഞാൻ പാട്ടുണ്ടാക്കിയിട്ട് പാട്ടാരും കേൾക്കാനില്ലെങ്കിലോ? അപ്പൊ ആ മാർക്കറ്റ് വികസിപ്പിച്ചെടുക്കേണ്ടത് ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടീമിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ ആവശ്യമാണ്. അത് ഇതിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്.